ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ഇൻസ് അക്കാഡമി. ഇൻസ് അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ വ്രെക്ക് ഓഫ് ടൈറ്റാനിക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മൾ മിക്കവരും ടൈറ്റാനിക് മൂവിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ചിലർ പറയും എന്താണ് ഈ ചാപ്റ്റർ മനസ്സിലാക്കാൻ വേണ്ടി മൂവി കാണേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചവരൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വേണ്ട, ഈ ഒരു ക്ലാസ് മാത്രം കണ്ടാൽ മതി. ഈ ഒരു ചാപ്റ്റർ എന്താണ്, ഈ ഒരു പോയത്തിൽ എന്താ പറയുന്നത്, ഇതിന്റെ അപ്രീസിയേഷൻ എല്ലാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും അവസാനം വരെ കാണാം. നമ്മൾ പോയം ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അതിന്റെ അപ്രീസിയേഷനും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ നോക്കാം. The Wreck of Titanic. The Wreck of Titanic എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഓതർ എന്ന് പറയുന്നത് ബെഞ്ചമിൻ പെക്ക് കീത്ത് ആണ് ഇതിന്റെ ഓതർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാനായിട്ട് പോകുന്നത്. The Wreck of Titanic. The Wreck of the Titanic. ബെഞ്ചമിൻ പെക്ക് കീത്ത് എന്നാണ് ഓതറിന്റെ പേര്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ലൈൻ ബൈ ലൈൻ മീനിങ്സ് നോക്കാം. Out of Southampton she swung with the stream, a poem of iron and steel, a sea dream. നോക്കാം, ഏതാണ് സൗത്താംപ്ടൺ എന്ന് പറയുന്നത്? എന്താണ് സ്ഥലത്തിന്റെ പേരാണ്, പ്ലേസിന്റെ പേരാണ് കേട്ടോ. ഷീ സ്വങ് വിത്ത് ദ സ്ട്രീം. സ്വങ് എന്ന് പറഞ്ഞ ആടി എന്നുള്ള മീനിങ് ആണ്. നമ്മൾ ഈ ആടുക എന്നൊക്കെ പറയില്ലേ, സ്വിങ് എന്ന് പറയില്ല, അതിന്റെ എന്താണ് V2 ഫോം ആണ് സ്വങ് എന്ന് പറയുന്നത്. ഷീ സ്വങ് വിത്ത് ദ സ്ട്രീം. അവിടെ ഷീ എന്ന് പറയുന്നത് ഓർത്ത് വെക്കാട്ടെ. ഇവിടെ ക്വസ്റ്റൻ ഒക്കെ വരാറുണ്ട്. ഇവിടെ ഷീ എന്ന് മീൻ ചെയ്യുന്നത് ആരാണ്? ഷീ എന്ന് പറയുന്നത് ആ ഒരു ഷിപ്പിനെയാണ്, അതായത് ഈ ഒരു ടൈറ്റാനിക്കിനെയാണ് എന്തെന്ന് പറയുന്നത്, ഷീ എന്ന് പറയുന്നത്. ടൈറ്റാനിക്കിനാണ് എന്തെന്ന് പറയുന്നത്, ഇവിടെ ഷീ എന്ന് മീൻ ചെയ്യുന്നത്. ഓർത്ത് വെക്കാം. ഷീ സ്വങ് വിത്ത് ദ സ്ട്രീം. അവൾ എന്താണ് ആ സ്ട്രീമിന്റെ കൂടെ എന്താണ് ആടി ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്ന്? സൗത്താംപ്ടണിൽ നിന്ന് ആടി ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. A poem of iron and steel, a sea dream. അപ്പോൾ എന്താ പറയുന്നത്? A poem of iron and steel. എന്താണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ്? എന്താണ്? ഒരു പോയം, ഒരു കവിത പോലെ, എന്തുകൊണ്ട് നിർമ്മിച്ച, അയൺ കൊണ്ടും സ്റ്റീൽ കൊണ്ടും നിർമ്മിച്ച ഒരു കവിത പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ആരാണ് മീൻ ചെയ്യുന്നത്? പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ആരാണ് മീൻ ചെയ്യുന്നത്? ആ ഒരു ഷിപ്പിനെയാണ് പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത്. ഈ സീ ഡ്രീം എന്ന് പറഞ്ഞ കടലിലെ ഒരു സ്വപ്നം പോലെയാണ് എന്ത്, ആ ഒരു ടൈറ്റാനിക് എന്ന് പറയുന്ന ആ ഒരു ഷിപ്പ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, and thousands on shore watched her steaming away. അപ്പൊ എന്താണ്, കുറെ പേര് ആ ഒരു ഷോറിൽ നിന്നിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടൈറ്റാനിക് നീങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാച്ച് ഹെർ സ്റ്റീമിംഗ് അവേ. സ്റ്റീമിംഗ് അവേ എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത് എന്താണ്? ആ ഒരു ഷിപ്പിൽ നിന്ന് പോകണമെങ്കിൽ ഒരു എന്താണ്, ആ ഒരു പുകേനെയാണ്, ആ ഒരു സ്മോക്കിനാണ് സ്റ്റീമിംഗ് അവേ എന്ന് പറയുന്നത്. ആ ഒരു സ്മോക്ക് ഒക്കെ നോക്കി ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. ദ ലാർജസ്റ്റ് ആൻഡ് ദ ഗ്രാൻഡസ്റ്റ് ഓഫ് ഷിപ്പ് ദാറ്റ് ഡേ. അപ്പൊ പറയുകയാണെന്ത്, അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും വലിയ, ഏറ്റവും ഗ്രാൻഡസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര പ്രൗഡ് ഉള്ള ഒരു ഷിപ്പ് ആയിരുന്നു ആര്? ടൈറ്റാനിക് എന്ന് പറയുന്നത്. ഇനി നോക്കാം. ആൻഡ് ദ തൗസൻഡ്സ് ഓൺ ദ ബോർഡ് ഡിഡ് സെക്യൂരിറ്റി ഫീൽ. അപ്പൊ എന്താണ് ആ ഒരു ഷിപ്പ്? ബോർഡ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്ന ആ ഒരു ഷിപ്പിന്റെ മുകൾ ഭാഗത്തിനാണ് ബോർഡ് എന്ന് പറയുന്നത്. ഷിപ്പിന്റെ മുകൾ ഭാഗത്തിനാണ് എന്ത് പറയുന്നത്? ബോർഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ തൗസൻഡ്സ് ഓൺ ബോർഡ് ഡിഡ് സെക്യൂരിറ്റി ഫീൽ. അവർക്ക് എന്താണ്, അത്രയും വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള ഷിപ്പാണ് തന്നെ അവർക്ക് ഭയങ്കര സെക്യൂർഡ് ആയിട്ട് തോന്നി. അവർക്ക് എല്ലാവർക്കും എന്തായിട്ട് സെക്യൂർഡ് ആയിട്ട് തോന്നി. ഫോർ നോ ഐ സോ ഡെത്ത്. അവരാരും എന്ത് വിചാരിക്കില്ല, മരണത്തിനെ പറ്റി വിചാരിക്കുന്ന പോലും ഇല്ല, അല്ലെ? അതിലുള്ള ആരും എന്ത് വിചാരിക്കുന്നില്ല, മരണത്തെ പറ്റി വിചാരിക്കുന്ന പോലില്ല. as he stood at the wheel. അത് മാത്രമല്ല, ഡയറക്ടിങ് ഹെർ കോഴ്സ് ടു ദ എക്കോലർ ഷോർ. അപ്പൊ ഇവിടെ ഹി എന്ന് മീൻ ചെയ്യുന്ന അവിടുത്തെ ക്യാപ്റ്റനെയാണ് കേട്ടോ. ഇവിടെ ഹി എന്ന് മീൻ ചെയ്യുന്ന ആരാണ്? ആ ഷിപ്പിന്റെ ക്യാപ്റ്റനെയാണ് ഹി എന്ന് മീൻ ചെയ്തത്. ഹി സ്റ്റുഡ് അറ്റ് ദ വീൽ. അപ്പൊ എന്താണ്, അദ്ദേഹം ആ ഒരു വീലിന്റെ അവിടെ നിൽക്കുന്നത് കാണുമ്പോഴും ആരും എന്ത് ചെയ്യുന്നില്ല, ആരും മരണത്തിനെ പറ്റി ചിന്തിക്കുന്ന പോലും ഇല്ല. ഡയറക്ടിങ് ഹെർ കോഴ്സ് ടു ദ എക്കോലർ ഷോർ. എക്കോലർ ഷോർ എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എക്കോ എന്താണെന്ന് അറിയാലോ. നമ്മൾ ഇപ്പൊ ഒരു അടച്ചിട്ട ഒരു റൂമിലോട്ട് ചെന്ന് നമുക്ക് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ എന്ത് വെക്കാൻ പറ്റും? എക്കോ വെക്കാൻ പറ്റും. പക്ഷെ സീ എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര തുറസായ ഒരു സ്ഥലമാണ്, അല്ലെ? ഓപ്പൺ ആയിട്ട് കിടക്കണം. അപ്പൊ അവിടെ എന്തുണ്ടാവില്ല, എക്കോ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എക്കോലസ് ഷോർ എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്ടിങ് ഹെർ എന്താണ്, ആ ഒരു ഷിപ്പ് ഇങ്ങനെ പല പല ഗതിയിലോട്ട് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹെർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹേവൻ ഓഫ് നെവർ മോർ. അവിടെ ഹെർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹേവൻ മോർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ഞാൻ ഇഷ്ടം എഴുതാം. ഹെർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹേവൻ of never more എന്നാണ് പറയുന്നത്. ഹെർ, അവിടെ ഹെർ എന്ന് പറയുന്ന ആരാണ്? ഷിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹെർ എന്ന് പറയുന്നത്. ഷിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹെർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹേവൻ. അത് ഹെവൻ എന്നല്ല, ഹേവൻ എന്നാണ്. ഹേവൻ എന്താണെന്ന് പറയാ. ഹേവൻ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? അവിടെ മീനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേസ് ഓഫ് സേഫ്റ്റി. നമുക്കൊരു സേഫ്റ്റി തോന്നിക്കുന്ന ഒരു പ്ലേസിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ഹേവൻ എന്ന് പറയാം കേട്ടോ. ഹേവന്റെ മീനിങ് എന്താണ്? പ്ലേസ് ഓഫ് സേഫ്റ്റി. ഓക്കെ,
നമുക്ക് കുറച്ച് സേഫ്റ്റി ആയിട്ട് തോന്നിക്കുന്ന ആ സ്ഥലത്തിനാണ് എന്ത് പറയാം, ഹേവൻ എന്ന് പറയാം. അപ്പൊ എന്താണ്, അത്രയും എന്താണ് സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് അവള്. അന്ന് ആ ഒരു നിമിഷം മാത്രം, നെവർ മോർ, പിന്നീട് ആ ഒരു സേഫ്റ്റി ഉണ്ടായിട്ടില്ല. കാരണം അതിനുശേഷം എന്താണ്, ഷിപ്പ് വൃക്ക് ആവാണ്. അതുകൊണ്ടാണ് എന്ന് പറയുന്നത് നെവർ മോർ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? രണ്ട് സ്റ്റാൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കണോ കേട്ടോ. നമുക്കിനി നെക്സ്റ്റ് സ്റ്റാൻസയിലോട്ട് പോവാം. നെക്സ്റ്റ് ആൻസർ നോക്കിക്കോളൂ. ഷീ വാസ് ദ ലാസ്റ്റ് വേഴ്സ്റ്റ് വർക്ക് ഓഫ് മെൻ. അപ്പൊ എന്താ പറയുന്നത്, അവിടെ എന്താണ്, മനുഷ്യന്മാര് ഏറ്റവും അവസാനത്തെ ഏറ്റവും ബെസ്റ്റ് വർക്ക് ആണ് ആരെന്ന് പറയുന്നത്, ടൈറ്റാനിക് എന്ന് പറയുന്നത്. ആൻഡ് ഓൺ ഹെർ ഫസ്റ്റ് വോയേജ് വാസ് സ്പീഡിങ് വെൻ ഔട്ട് ഓഫ് ദി ഡാർക്ക്നെസ്, ഔട്ട് ഓഫ് ദി നൈറ്റ്. അപ്പൊ എന്താ പറയുന്നത്, അവളുടെ ആ ഒരു ഫസ്റ്റ് വോയേജ് എന്താണെന്ന് അറിയാലോ, നമ്മൾ എന്താണ് ഈ ഒരു സീയിലൂടെ ആ ത്രൂ യാത്ര ചെയ്യാനെന്ന് പറയാം, വോയേജ് എന്ന് പറയാം. ഓക്കെ, ഓൺ ഹെർ ഫസ്റ്റ് വോയേജ് വാസ് സ്പീഡിങ്. അപ്പൊ അത്യാവശ്യം സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Then out of the darkness, out of the night, loomed an ominous form of ghostly white. ഇവിടെ വൈറ്റ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നതാണ് ഐസ് ആണ് കേട്ടോ. ഐസ് ബർഗിനെയാണ് എന്ന് പറയുന്നത് വൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്, ഐസിനാണ്. ഇവിടെ ഗോസ്റ്റി വൈറ്റ് എന്ന് പറയുന്ന ആരെയാണ്, ഐസിനാണ്. അത് ഐസിൽ കട്ടിയിടില്ല ഇവിടെ കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഗോസ്റ്റി വൈറ്റിനാണ് ഇതെന്ന് പറയുന്നത് ഇവിടെ ഐസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് കുറച്ച് മീനിങ്സ് പറയാനുണ്ട്. ഒമിനസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, ഒമിനസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, സംതിങ് ബാഡ് ഹാപ്പൻ. അതായത് എന്തോ ഒരു കാര്യം ബാഡ് ആയിട്ട് സംഭവിക്കാൻ പോകുന്നുള്ളതിനാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, ഒമിനസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്. പിന്നെ പറയുന്ന കാര്യമാണത് ലൂംഡ്. ലൂംഡ് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, പ്രത്യക്ഷപ്പെട്ടു, നമുക്ക് കാണാനായി സാധിച്ചു എന്നുള്ള മീനിങ് ആണ്. ലൂംഡിന്റെ മീനിങ് എന്താണ്, പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഔട്ട് ഓഫ് ദി ഡാർക്ക്നെസ്, ഔട്ട് ഓഫ് ആ ഒരു രാത്രിയില്, ആ ഒരു നൈറ്റില് എന്ത് കാണാൻ തുടങ്ങി, ഒരു വൈറ്റ്, ഒരു ഗോസ്റ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം കാണാൻ തുടങ്ങി. ഭയങ്കര ഡാർക്ക്നെസ് ആണ്, ഭയങ്കര എന്താണ്, രാത്രിയായി നിൽക്കുന്ന സമയത്ത് ലൂംഡ് ആൻഡ് ഒമിനസ് ഫോം ഓഫ് ഗോസ്റ്റി വൈറ്റ്. എന്താണ്, ഒരു സാധനം, ഒരു ഗോസ്റ്റി വൈറ്റ് ആയിട്ടുള്ള, അവിടെ ഗോസ്റ്റി വൈറ്റ് മിസൽ എന്താണ് മീൻ ചെയ്യുന്നത്, ഐസ് ആണ്. അത് എന്താണ്, ഗോസ്റ്റി വൈറ്റ് ആയിട്ടുള്ള ഐസിന് എന്താണ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോ തന്നെ എന്ത് തോന്നാണ്, എന്തോ ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നാണ്. ഇറ്റ് വാസ് ഇവിടെ മീൻ ചെയ്യുന്നതാണ്, ഇറ്റ് വാസ് എന്നാണ് മീൻ ചെയ്യുന്നത്. അവിടെ മീൻ ചെയ്യുന്നതാണ് ഇറ്റ് വാസ് എന്നുള്ളത് എന്താണ്, ഇറ്റ് വാസ് എന്നാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. It was a towering mountain of ice, gigantic as ever was seen on the North Atlantic. നോക്കാം, അപ്പൊ എന്താ പറയുന്നത്, it was a towering mountain of ice. അത് എന്തായിരുന്നു, ഒരു വലിയ ഐസിന്റെ എന്തായിരുന്നു, ഒരു മല പോലത്തെ ഒരു സംഭവമായിരുന്നു. എന്തായിരുന്നു, വലിയൊരു ഐസിന്റെ എന്തായിരുന്നു, മല പോലത്തെ ഒരു സംഭവമായിരുന്നു ആണ് എന്ന് പറയുന്നത്. ആ ഒരു വൈറ്റ് ആയിട്ടുള്ള സാധനം കണ്ടു എന്ന് പറയുന്നില്ല, അതെന്താ പറയുന്നത്, ഒരു വലിയൊരു മല പോലത്തെ ഒരു സാധനമായിരുന്നു. നോക്കാം, ജൈജാന്റിക് വളരെ വലുതായിരുന്നു. as ever was seen on the North Atlantic. അത് നോർത്ത് അറ്റ്ലാന്റിക്കിൽ പോലും കാണാത്ത തരത്തിലുള്ള എന്താണ്, ഒരു വലിയ ഐസിന്റെ ഒരു മൗണ്ടെയിൻ ആയിരുന്നു അത്. She struck with a shiver from stem to stern and was rapidly sinking, all soon did learn. നോക്കാം, she struck എന്താണ്, ആ ഒരു വെയിറ്റ് ആയിട്ടുള്ള ആ ഒരു ഗോസ്റ്റി വൈറ്റിൽ ആര് ഇടിച്ചു, നമ്മുടെ ടൈറ്റാനിക് ഇടിച്ചു. വിത്ത് ഷിവർ. ഷിവർ എന്ന് വെച്ചാൽ എന്താണ്, അവൾ വിറയ്ക്കാൻ തുടങ്ങി. അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ടൈറ്റാനിക് വിറയ്ക്കാൻ തുടങ്ങി. ഫോം സ്റ്റെം ടു സ്റ്റേൺ. സ്റ്റെം ടു സ്റ്റേൺ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്താണ്, നടുക്ക് മുതൽ അവസാനം വരെ. അതായത് ആ ഒരു ഷിപ്പിന്റെ നടുഭാഗം മുതൽ അവസാനം വരെ എന്ത് ചെയ്യാൻ തുടങ്ങി, വിറയ്ക്കാൻ തുടങ്ങി. ആൻഡ് വാസ് റാപ്പിഡ്ലി സിങ്കിങ്. പിന്നെ പറയുന്ന കാര്യമാണത് റാപ്പിഡ്ലി സിങ്കിങ്. സിങ്കിങ് എന്താണ് മീനിങ്, മുങ്ങുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. മുങ്ങുക എന്നുള്ള മീനിങ് ആണ് സിങ്കിങ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇത് സിങ്കിങ്, അതായത് എന്ത് ചെയ്യാൻ തുടങ്ങി, മുങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ മുങ്ങാൻ സ്റ്റാർട്ട് ചെയ്തു. ഓൾ സൂൺ ഡിഡ് ലേൺ. എല്ലാവർക്കും പെട്ടെന്ന് കാര്യം മനസ്സിലായി. എല്ലാവർക്കും എന്ത് ചെയ്യാണ്, ഷിപ്പ് വൃക്കായി എന്നുള്ള കാര്യം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ദി ക്യാപ്റ്റൻ സ്മിത്ത്. അപ്പൊ സ്മിത്ത്, ക്യാപ്റ്റന്റെ പേര് സ്മിത്ത്. ഹെർ കമാൻഡർ ബ്രേവ് thought not one moment his own life to save. അപ്പൊ ആ സമയം വൃക്കായെന്ന് മനസ്സിലായ സമയത്ത് എന്താണ്, ആ ഒരു സ്മിത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി, കമാൻഡ് ചെയ്യാൻ തുടങ്ങി. ഒരു നിമിഷം പോലും എന്താണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ പറ്റി ആലോചിക്കാതെ, അദ്ദേഹത്തിന്റെ ലൈഫിനെ പറ്റി ആലോചിക്കാതെ എന്ത് ചെയ്യാൻ തുടങ്ങി, കമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. നോക്കാം, but stood on the bridge calling out to the crew, remember your country, be British, be true. അപ്പൊ എന്താണ് be British, be true എന്ന് പറയുന്നത് എന്താണ്, അവിടെ മീനിങ് എന്താ ചെയ്യുന്നത്, അവിടെ മീൻ ചെയ്യുന്നത് എന്താണ്, അലിട്രേഷൻ ആണ്. അതൊക്കെ ഇതിൽ പോയിറ്റ് ഡിവൈസ് ഉണ്ട്, ഞാൻ ലാസ്റ്റ് പോയിറ്റ് ഡിവൈസ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്, അദ്ദേഹം അവിടെ നിന്നതിന് ശേഷം എന്ത് പറയാണ്, കോളിംഗ് ഔട്ട് ദ ട്രൂ. അതായത് എന്താണ്, അവിടെ ഉള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും വിളിക്കാണ്. അവിടെ ഉള്ള ആ ഒരു ഷിപ്പിലാണ് എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും വിളിച്ചിട്ട് എന്താ പറയുക, റിമെമ്പർ യുവർ കൺട്രി. എന്താ പറയുന്നത്, നിങ്ങളുടെ കൺട്രിയെ നിങ്ങൾ ഓർക്കുക. എന്നിട്ട് എന്താ പറയുന്നത്, ബി ബ്രിട്ടീഷ്, ബി ട്രൂ. നമ്മൾ ബ്രിട്ടീഷുകാരാണ്, നമ്മൾ എന്തായിട്ട് നിൽക്കണം, ഇവരെ രക്ഷപ്പെടുത്തിയതിനു ശേഷം മാത്രം നമ്മൾ രക്ഷപ്പെടാൻ പാടുള്ളൂ എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അലിട്രേഷൻ ആണ് കേട്ടോ, അലിട്രേഷൻ ആണ്. നോക്കിയേ, ബി 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 എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്.
നോക്കാം. And England and Ireland and Scotland and Wales proved there to be the word. Their valor never fails. The women and children first was their cry, and everyone of the crew stood by. നോക്കാം. അപ്പൊ എന്താണ്? And England, Ireland, Scotland, Wales proved there to the word. അതായത് ഇവിടെ മൊത്തമുള്ള ഒരു ഇംഗ്ലീഷ് കൺട്രീനെയാണ് മൊത്തം പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? ഇംഗ്ലണ്ടുകാരനായാലും അയർലാൻഡുകാരനായാലും സ്കോട്ട്ലാൻഡുകാരനായാലും അതേപോലെ തന്നെ വെയിൽസിലുള്ള ആരായാലും എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് ചേർന്ന് നിൽക്കണം. അവര് എന്ത് ചെയ്യണം? ഒരുമിച്ച് നിന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, നോക്കാം. ഇവിടെ നെവർ എന്നാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ എന്താണ് മീൻ ചെയ്യുന്നത്? നെവർ എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വാലർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ബ്രേവറി എന്നാണ് കേട്ടോ. ബ്രേവറി എന്നാണ് മീനിങ്. The valor never fails, the women and the children first. അപ്പൊ ഒരു ഭയങ്കര ബ്രേവ് ആയിട്ടാണ് അവർ പറയാണത്. വുമൻസിനെയും ചിൽഡ്രൻസിനെയും ആദ്യം എന്ത് ചെയ്യണം? രക്ഷിക്കണം. കാരണം എന്താണ്? എവിടെ ഉണ്ടെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി അവർക്കായിരിക്കും കൊടുക്കുക. ഓക്കെ, വാസ് ദെയർ ക്രൈ. അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെന്തായാലും പെട്ടെന്ന് രക്ഷിക്കണം. ആൻഡ് എവറി വൺ ഔട്ട് ഓഫ് ദി ക്രൂ സ്റ്റുഡ് ബൈ. അപ്പൊ ആ ക്രൂവിലുള്ള ഒരാൾ പോലും വിടാതെ എല്ലാവരും എങ്ങോട്ട് വന്നു? ഈ ഒരു ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരം അങ്ങോട്ട് വന്നു. അവരെല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ വുമൻസിനെയും ചിൽഡ്രനെയും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി? രക്ഷിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ബാക്കി നോക്കാം. And the boats were lowered and sent away, that cut off all hope save eternity. നോക്ക. അപ്പൊ എന്താണ് അവിടെയുള്ള and all boats were lowered and sent away. അതായത് ആ ഒരു ബോട്ടൊക്കെ മൊത്തം എന്ത് ചെയ്യാൻ തുടങ്ങി? താഴാനായിട്ട് തുടങ്ങി. that cut off all hope save eternity. eternity എന്ന് വെച്ചാൽ എന്താണ്? നിത്യത എന്നാണ് മീനിങ്. അതായത് അവർക്ക് എല്ലാവർക്കും ആ ഒരു ക്രൂവിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്യാപ്റ്റന്റെയും ആ ഒരു ക്രൂവിന്റെയും മൊത്തം എന്തായി? ഹോപ്പ് നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, ആൻഡ് ദ ടൈറ്റാനിക് സാങ്ക് ഫ്രം ദ സൈറ്റ്. ഇവിടെ നീത്ത് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ബെനീത്ത് എന്നാണ് കേട്ടോ. ബിനീത്ത് ഓർ അണ്ടർനീത്ത് എന്നാണ് മീൻ ചെയ്യുന്നത്. ബിനീത്ത് ദ സീ വൈൽ ഹെർ ബാൻഡ് പ്ലേഡ് nearer my God to thee. അപ്പൊ എന്താ പറയുന്നത്? അതായത് ആ ഒരു ടൈറ്റാനിക് എന്ത് ചെയ്യാൻ തുടങ്ങി? മൊത്തമായിട്ട് ആ ഒരു സൈറ്റ് നമുക്ക് കാണാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? മുങ്ങാനായിട്ട് തുടങ്ങി. ഇങ്ങോട്ട് സീയുടെ അടിയിലോട്ട് മുങ്ങാൻ തുടങ്ങി. ആ സമയത്തും while her band played, അതായത് ആ സമയത്തും അതിലൊരു ബാൻഡ് ഉണ്ടാവും. നിങ്ങൾ ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അതിലൊരു ബാൻഡ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ബാൻഡ് അപ്പോഴും എന്ത് ചെയ്യുന്നില്ല? പാട്ട് നിർത്തുന്നില്ല. ഒരു അപ്പോഴും മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. nearer my God to thee. അതായത് എന്താ പറയുന്നത്? ദൈവമേ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, ഞാൻ നിങ്ങളുടെ അടുത്തെത്തി കഴിഞ്ഞു എന്നുള്ള മീനിങ്ങിൽ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. വാസ് ദർ എവർ എ സീൻ സോ ഓഫുള്ളി ഗ്രാൻഡ്. അപ്പൊ ചോദിക്കുകയാണ് എന്ത്? അതേപോലത്തെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സീൻ ഈ ലോകത്ത് ഉണ്ടാവാനുണ്ടോ? ഇനി അങ്ങനത്തെ ഒരു സീൻ ഉണ്ടാവുമോ? അങ്ങനത്തെ ഒരു സീൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതൊരു റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന മീനിങ് എന്താണ്? അതായത് എന്താണ്? ഉത്തരമില്ലാത്ത ക്വസ്റ്റ്യൻസിനാണ് എന്തെന്ന് പറയാം? റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയാം. As that sinking ship with her banding plays, with her playing band, all glory to Smith and the Titanic's man. അപ്പൊ എന്താണ് അതിന്റെ ആ ഒരു ഗ്രാൻഡ്, അതിന്റെ ഒരു ഗ്ലോറി എന്ന് പറയുന്നത് എന്താണ്? അതായത് അത് ആ ഒരു ടൈറ്റാനിക് എന്താണ്? മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും ഇതിനോടിരിക്കുക അതിന്റെ ബാൻഡ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറയുന്നത് ഓൾ ഗ്ലോറി ടു സ്മിത്ത്. ഗ്ലോറി എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ റെസ്പെക്റ്റും ആർക്കാണ്? സ്മിത്തിനാണ്. സ്മിത്തിന് മാത്രമല്ല ആൻഡ് ടൈറ്റാനിക്സ് മാൻ, ആ ഒരു ടൈറ്റാനിക്സിലുള്ള ഒരു ക്രൂവിനും കൂടിയാണ് എന്ത്? ആ ഒരു എല്ലാ ഗ്ലോറിയും എല്ലാ റെസ്പെക്റ്റും കൊടുക്കേണ്ടത്. They bring Trafalgar and heroes to memory again. അവിടെ ട്രഫാൽഗർ എന്ന് പറയുന്നത് എന്താണ്? ബാറ്റിൽ ആണ് കേട്ടോ. നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങളുടെ പോയത്തിന്റെ ആ ഒരു ലാസ്റ്റ് ഭാഗത്ത് കാണാൻ പറ്റും. നോക്കിക്കോളൂ. ട്രഫാൽഗർ, അതേപോലെ തന്നെ ആലമോ, വാട്ടർലൂ, അങ്ങനെ കുറച്ചധികം ബാറ്റിൽസ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. നോക്കാം, നോക്കിക്കോളൂ. അപ്പോ എന്താണ്? they bring Trafalgar's heroes to the memory again. അതായത് ആ ട്രഫാൽഗേഴ്സിലെ ഹീറോസിനെ എങ്ങനെയാണോ ഓർക്കുന്നത് അതേപോലെ തന്നെ ഇതിലുള്ള ക്യാപ്റ്റനെയും ആ ഒരു ക്രൂവിനെയും ഓർക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ബാക്കി നോക്കാം. And that heart thrilling the tale of Alamo, and the last grand charge at Waterloo, and the last charge of the Light Brigade, as well as and Jim Bledsoe's act on the Prairie Ballet. അപ്പൊ എന്താണ്? ഇവിടെ കുറച്ചധികം ബാറ്റിലാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ബാറ്റിൽസ് ഒക്കെ എങ്ങനെയാണോ ആൾക്കാരെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവുക അതേപോലെ തന്നെ ഈ ഒരു ടൈറ്റാനിക്കിന്റെ ഈ ഒരു വ്രക്കും അതിലുള്ള ആ ഒരു ക്യാപ്റ്റനെയും അതേപോലെ തന്നെ ആ ഒരു ടൈറ്റാനിക്കിലെ ആ ഒരു ക്രൂവിനെയും എല്ലാവരും ഓർത്തിരിക്കും എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് വിത്ത് ദിസ് ഡൗൺ ടു ദ കോറിഡോർസ് ഓഫ് ഓൾ ടൈം ദ ടൈറ്റാനിക് സ്റ്റോറി ഷോൾ സൗണ്ട് സബ്ലൈം. അപ്പൊ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ ഒരു കോറിഡോർ, അതായത് എന്താണ് ഈ ഒരു ട്രാഫൽഗർ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദ ബാറ്റിൽ ഓഫ് ട്രാഫൽഗർ വാസ് നേവൽ എൻഗേജ്മെന്റ് ഓഫ് ഫോർട്ട് ബൈ ദ റോയൽ നേവി അഗേൻസ്റ്റ് ദ കമ്പൈൻഡ് ഫ്ലീറ്റ്സ് ഓഫ് ഫ്രഞ്ച് ആൻഡ് സ്പാനിഷ് നേവീസ്. അപ്പൊ എന്താണ് ഇതെല്ലാം സൂക്ഷിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്. അപ്പൊ ആ ഒരു പ്ലേസിൽ എന്താണ് ആ ഒരു കോറിഡോറിൽ കൂടി നടക്കുന്ന സമയത്ത് എന്താണ് ദ ടൈറ്റാനിക് സ്റ്റോറി ഷാൾ സൗണ്ട് സബ്ലൈം. അതായത് എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈറ്റാനിക്കിന്റെ ആ ഒരു സ്റ്റോറി എന്താണ് സബ്ലൈം, ഒരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആണ്. എന്താണ് അതൊരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, ബിഗ്ഗസ്റ്റ് എന്താണ് അച്ചീവ്മെന്റ് ആണ്. For never was courage more noble and true than was shown on that night by the Titanic crew. അപ്പൊ എന്താ പറയുക അന്ന് കാണിച്ച ആ ഒരു ടൈറ്റാനിക് ക്രൂവും അതേപോലെ തന്നെ എന്താണ് ആ ഒരു ക്യാപ്റ്റനും കാണിച്ച ആ ഒരു കറേജ് എന്താണ് ഇതുവരെയും ആരും കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നെവർ വാസ് കറേജ് മോർ നോബിൾ ആൻഡ് ട്രൂ, അത്രയും നോബിൾ ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള ഒരു കറേജ് ദെൻ വാസ് ഷോൺ ഓൺ ദാറ്റ് നൈറ്റ്, ആ ഒരു നൈറ്റ് അന്ന് കാണിച്ച ആ ഒരു കറേജ്, ആ ഒരു നൈറ്റ് എന്താണ് ആ ഒരു ടൈറ്റാനിക് ക്രൂ കാണിച്ച ആ ഒരു കറേജ് എന്നാണ് ഇതുവരെ വേറെ ആരും കാണിച്ചിട്ടില്ല എന്നാണ് എന്ത് ഈ ഒരു പോയത്തിന്റെ അവസാനം പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഭാഗം ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് പോയത്തിന്റെ അപ്രീസിയേഷൻ നോക്കോളൂ കേട്ടോ. The Wreck of Titanic is a renowned poem by American poet Benjamin Keith, which narrates the tragic story of the Titanic sinking on April 14, 1912. Okay, അതായത് 1912 ഏപ്രിൽ എന്നാണ് 14 ആണ് എന്തത് ഈ ഒരു ടൈറ്റാനിക് wreck ആവുന്നത്. The Wreck of the Titanic is a renowned poem by American poet Benjamin Keith. അതായത് Keithന് എന്താണ് ഭയങ്കര എന്താണ് ബെഞ്ചമിൻ പെക്കീതിന്റെ ഭയങ്കര റിനൗഡ് ആയിട്ടുള്ള ഒരു പോയമാണ് ദ വ്രെക്ക് ഓഫ് ദി ടൈറ്റാനിക് എന്ന് പറയുന്നത്. ഓക്കെ, ദ ടൈറ്റാനിക് സിങ്കിങ് ഓൺ ഡേറ്റ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പോയത്തിൽ മെയിനായിട്ട് നരേറ്റ് ചെയ്യുന്നത്. ദ പോയം പേസ് ട്രിബ്യൂട്ട് ടു ദി ഹീറോസ് ഓഫ് ദി ഷിപ്പ്. അത് ഈ ഒരു പോയം മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ് ആ ഒരു ഷിപ്പിലെ ഹീറോസിനെ പറ്റിയാണ്. ഹീറോസ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, നോക്കാം. ഹൈലൈറ്റിംഗ് ദ എക്സ്ട്രാ ഓർഡിനറി ബ്രേവറി ആൻഡ് സെൽഫ്ലെസ്നെസ്. അതായത് എന്താണ് അവരുടെ കാര്യം നോക്കാതെ എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി ആ ഒരു കാര്യം ചെയ്തതും അവർ ആ ഒരു ബ്രേവറി ഒക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ദ പോയം ബിഗിൻസ് ബൈ describing the Titanic as a poem of iron and steel. അതായത് ഈ ഒരു പോയം തുടങ്ങുന്ന സമയത്ത് എന്താണ് ടൈറ്റാനിക്കിൽ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടാണ് ടൈറ്റാനിക്കിനെ ഒരു പോയത്തിന്റെ തുടക്കത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എംഫസൈസിങ് ഇസ് ഗ്രാൻഡർ ആൻഡ് ബ്യൂട്ടി. ഇത് മീൻ ചെയ്യുന്നതാണ് അതിന്റെ ഒരു ബ്യൂട്ടിയും ഗ്രാൻഡറും ആണ് ഇതിൽ മെയിൻ ആയിട്ട് മീൻ ചെയ്യുന്നത്. The ship set off എന്ന് വെച്ചാൽ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. സെറ്റ് ഓഫ് ഓൺ ഇറ്റ്സ് maiden voyage from the Southampton unaware to the disaster that awaited it. അപ്പൊ എന്താണ് അവിടെ നിന്ന് പുറപ്പെടും എന്താണെന്ന് അറിയില്ല, ആ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെടും എന്നറിയില്ല, ഇനി വരാതിരിക്കുന്ന ആ ഒരു ട്രാജഡിനെ പറ്റിയിട്ട് ആർക്കും അറിയില്ലായിരുന്നു. ഓക്കെ, as it was sailed through the North Atlantic Ocean, it collided with an iceberg and began to sink rapidly. അപ്പൊ ഏകദേശം ഒരു നോർത്ത് അറ്റ്ലാന്റിക് ഓഷൻ ആയ സമയത്താണ് എന്ത് ഈ ഒരു ഐസ്ബർഗിനായിട്ട് കൊളൈഡ് ചെയ്യുന്നതും അവിടെ വെച്ചാണ് ഈ ഒരു wreck സംഭവിക്കുന്നത്. Okay, the poet remembers Captain Smith who urged his crew to brave at priority. The poet remembers Captain Smith who urged his crew to be brave and prioritize the safety of the women and children. അപ്പൊ പോയറ്റ് അപ്പോഴും ആര് റിമെമ്പർ ചെയ്യുന്നുണ്ട്, ക്യാപ്റ്റൻ സ്മിത്തിനെ റിമെമ്പർ ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് എന്ത് ക്രൂവിന് നിർദ്ദേശം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ബ്രേവ് ആയിരിക്കാനും അത് മാത്രമല്ല ചിൽഡ്രൻസിനും വുമണിനും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനും അദ്ദേഹമാണ് പറയുന്നത്. ഓക്കെ, the bandsmen too showed remarkable courage, playing music to comfort those on the board as they faced their own demise. അപ്പൊ എന്താണ് ആ ഒരു ബാൻഡ് വായിക്കുന്ന ആൾക്കാരും എന്താണ് ഓൾറെഡി നമ്മൾ റിമാർക്കബിൾ വേണ്ട കുറച്ച് ആൾക്കാരാണ്. കാരണം എന്താണ് മറ്റുള്ളവർക്ക് ആ ഒരു പ്രശ്നം ആ ഒരു ട്രാജഡി അറിയാതിരിക്കാൻ വേണ്ടി അവരെ കംഫർട്ട് ചെയ്യാൻ വേണ്ടി അവർ അവസാനം വരെയും എന്ത് ചെയ്തിരുന്നു, ആ ഒരു മ്യൂസിക് വായിച്ചിരുന്നു. The poem compares the bravery of the Titanic's heroes to famous historical figures, concluding that their courage was even more noble and sublime. അതായത് എന്താണ് ഈ ഒരു പോയം എന്താണ് കമ്പയർ ചെയ്യുന്നുണ്ട് ഈ ഒരു ബ്രേവറി ഓഫ് ടൈറ്റാനിക്സ് കറേജ് ഓഫ് even more noble and sublime. അതായത് മീൻ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇംഗ്ലീഷ് കൺട്രിയിൽ ഉണ്ടായിരുന്ന പല ബാറ്റിൽസിനെയും പറ്റി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പോയം ടൈറ്റാനിക്കിനെ ഈ ഒരു wreck-നെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. കമ്പയർ ചെയ്തിട്ട് അദ്ദേഹം എന്താണ് ടൈറ്റാനിക്കിൽ ആ ഒരു wreck-ല് എന്താണ് ആ ഒരു ക്യാപ്റ്റൻസിന്റെയും അതുപോലെ തന്നെ ആ ഒരു ക്രൂവിന്റെയും ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആണ് ഇതെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് പറയുന്നുണ്ട്. ബാക്കി നോക്കാം. The poet used simple language creates vivid imagery, drawing the readers into the scene. അതായത് ഇത് കുറച്ച് എല്ലാ പോയത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളാണ്. The poem's elegiac mood and rhythmic flow evoke the movement of the ship through the ocean. The poet uses metaphor, personification and other literary devices add depth and complexity to the
narrative. Ultimately, the poem is a testament to the human spirit, highlighting the importance of bravery. ഇത് ഓർത്ത് വെക്കാട്ടെ. ഇതിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ബ്രേവറി, സെൽഫ്ലെസ്നെസ് ആൻഡ് ദ ലീഡർഷിപ്പ് ഇൻ ദ ഫേസ് ഓഫ് ഡിസാസ്റ്റർ. അതായത് ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് അതായത് ആ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ ലീഡർഷിപ്പ് ചെയ്യണം, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു പോയത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. It serves as the reminder of the Titanic's tragic fate and the enduring legacy of its ഹീറോസ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു ടൈറ്റാനിക് എന്ന് പറഞ്ഞ പോയതിൽ എന്താണ് ആ ഒരു ഹീറോസ് ഇല്ല, ഹീറോസ് ആരാണ്, ക്യാപ്റ്റനും അതേപോലെ തന്നെ ആ ഒരു ക്രൂവും ആണുള്ള ഹീറോസ്, മറ്റേ സിനിമയിലെ ഹീറോ അല്ല. അപ്പൊ എന്താണ് ക്യാപ്റ്റനും ക്രൂവും ആണ് എന്ത് ഇതിലെ ഹീറോസ് ആയിട്ട് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ക്യാപ്റ്റന്റെ പേരും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ എവിടെ നിന്നാണ് പുറപ്പെടുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ എല്ലാവരും പഠിച്ചു വെക്കാം. മെയിൻ ആയിട്ടുള്ളത് എന്ത് ചെയ്യണം, ഓരോ ലൈൻ ബൈ ലൈൻ മീനിങ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ട് അത് കറക്റ്റ് ആയിട്ട് കണ്ടു മനസ്സിലാക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക, അപ്രിസിയേഷൻ വായിച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.